നേതാവേ മുഹമ്മദ് കുഞ്ഞി നേതാവേ മുഹമ്മദ് കുഞ്ഞി നേതാവേ മുഹമ്മദ് കുഞ്ഞി നേതാവേ ധീരതയോടെ നയിച്ചോളൂ ധീരതയോടെ നയിച്ചോളൂ ധീരതയോടെ നയിച്ചോളൂ ധീരതയോടെ നയിച്ചോളൂ ഓരോ മക്കൾ നിങ്ങളെ കൂടെ ഓരോ മക്കൾ നിങ്ങളുടെ കൂടെ. ഏറ്റവും പുതിയ മോഡലിലും ട്രെൻഡിലുമുള്ള ലിനൻ ക്ലോത്തുകളും ധോത്തികളും വണ്ടൂരിന് ആദ്യം പരിചയപ്പെടുത്തി ലെനോറ മലബാറിൽ തന്നെ വിസ്മയമൊരുക്കുന്നു. സ്റ്റിച്ച് യുവർ സ്റ്റൈൽ ലെനോറ ലിനൻ കോട്ടൺ ക്ലോത്ത് ആൻഡ് സ്റ്റിച്ചിങ്, പാണ്ടിക്കാട് റോഡ്, വണ്ടൂർ. വിവാഹ പാർട്ടികൾക്ക് 3% മുതൽ അഡ്വാൻസ് ബുക്കിംഗ് സൗകര്യം. വിവാഹാഭരണ സെറ്റ് 2.5 പവൻ മുതൽ. പഴയ ആഭരണങ്ങൾ മാറ്റിക്കൊടുക്കുമ്പോഴും വിൽക്കുമ്പോഴും ഉയർന്ന മൂല്യം. അലിസൺ ഗോൾഡൻ ഡയമണ്ട്സ്. രാഷ്ട്രീയത്തിലും സാമൂഹിക ജീവിതത്തിലും വ്യക്തിപരമായ വിശ്വാസ്യത കാത്തുസൂക്ഷിച്ച അപൂർവം നേതാക്കളിൽ ഒരാളായിരുന്നു ഈ മുഹമ്മദ് കുഞ്ഞി എന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. കൃത്യമായ നിലപാടുകളിൽ ഉറച്ചുനിന്നാണ് അദ്ദേഹം പൊതുപ്രവർത്തനം നടത്തിയതെന്നും ആ മൂല്യങ്ങൾ ജീവിതത്തിൽ ഉയർത്തിപ്പിടിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചുവെന്നും അദ്ദേഹം പറഞ്ഞു. വണ്ടൂർ പുളിയക്കോട് KT കൺവെൻഷൻ സെന്ററിൽ നടന്ന രാജീവ് ഗാന്ധി പുരസ്കാര ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരള അദ്ദേഹവുമായിട്ട് 3 പതിറ്റാണ്ട് കാലത്തെ ബന്ധമുണ്ട്. അദ്ദേഹം ഇന്നും ഞാൻ ആഗ്രഹത്തോടുകൂടി നോക്കിക്കാണുന്ന ഒരു പൊതുപ്രവർത്തകനും രാഷ്ട്രീയ പ്രവർത്തകനും കോൺഗ്രസ് നേതാവുമാണ്. ചിട്ടയായ പ്രവർത്തനങ്ങളാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ നിബന്ധന എന്ന് ഞാൻ കേൾക്കുന്നത്. ചിട്ടയായും വൃത്തിയായി നടത്തുന്ന പ്ലാൻ ചെയ്യും ആസൂത്രണം ചെയ്ത് നടത്തുന്നത് രാഷ്ട്രീയ പ്രവർത്തനവും പൊതുപ്രവർത്തനവും അങ്ങനെ ഭംഗിയായും ആലോചിച്ചു ചിട്ടയായും ചെയ്യാനുള്ള ഒന്നാണ് എന്ന് സഹപ്രവർത്തകരെയും കോൺഗ്രസ് പ്രവർത്തകരെയും UDF പ്രവർത്തകരെയും എല്ലാം ബോധ്യപ്പെടുത്തി തന്ന ഒരു നേതാവാണ്. എല്ലാത്തിനും ഏത് പരിപാടി നടത്തിയാലും KPCC ആഹ്വാനം ചെയ്യുന്ന പരിപാടി നടത്തിയാലും ഏത് പാർട്ടി പരിപാടികൾ നടത്തിയാലും പൊതുപരിപാടികൾ നടത്തിയാലും അദ്ദേഹം നടത്തുന്ന പരിപാടിക്ക് അതിനൊരു മനോഹാരിത, അതിനൊരു ഭംഗിയുണ്ടാകും. എല്ലാ പരിപാടിക്കുള്ള ഇടപെടലുകൾ, സത്യസന്ധമായ ഇടപെടലുകൾ, ആത്മാർത്ഥമായ ഇടപെടലുകൾ, ആളുകളുടെ ഇടയിലുള്ള സ്വാധീനം, വിശ്വാസ്യത, ഇതെല്ലാം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ചടങ്ങിൽ റവന്യൂ വകുപ്പ് മന്ത്രി AP അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. ഈ മുഹമ്മദ് കുഞ്ഞിക്കുള്ള രാജീവ് ഗാന്ധി പുരസ്കാരം മുഖ്യമന്ത്രി വി.ഡി. സതീശൻ സമ്മാനിച്ചു. വ്യവസായ വകുപ്പ് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി ചടങ്ങിൽ മുഖ്യപ്രഭാഷണം നടത്തി. രാഷ്ട്രീയ പാർട്ടികൾക്ക് അതീതമായ വ്യക്തിബന്ധങ്ങൾ കാത്തുസൂക്ഷിക്കാൻ കഴിഞ്ഞതാണ് ഈ മുഹമ്മദ് കുഞ്ഞിയുടെ വിജയമെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. എന്നും മോഹൻജിമാർക്ക് അദ്ദേഹത്തിൻ്റെതായ വ്യക്തിത്വവും ഒരു നിലപാടും ഒരു ആസ്വാദ്യവും ഒക്കെ ഉണ്ടായി. അത് ഇന്നും കാത്തുസൂക്ഷിക്കുന്നു. സ്നേഹപ്പെട്ടരായ മോഹൻജിമാർക്ക് രാജീവ് ഗാന്ധി അവാർഡ് മുഖ്യമന്ത്രി കൊടുക്കുന്നതാണ്. മുഖ്യമന്ത്രി തിരിച്ചും മറിച്ചും ഒക്കെ ഈ അവാർഡിന്റെ കഥ പറയുകയുണ്ടായി. പക്ഷെ ആ ഘട്ടത്തിൽ മോഹൻജിമാർക്ക് വരേണ്ടതാണ്, യാതൊരു സംശയമില്ല. അതിന് പങ്കെടുക്കാൻ സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിനെയും ദീർഘായുസ്സും ധാരാളം പ്രവർത്തിക്കാനുള്ള അവസരം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് DCC പ്രസിഡന്റും MLA-യുമായ അഡ്വക്കേറ്റ് VS ജോയ്, ആരടൻ ഷൗക്കത്ത് MLA, KP നൌഷാദ് അലി MLA, രാജീവ് ഗാന്ധി സെന്റർ പ്രസിഡന്റ് V മധുസൂദനൻ, KPCC ജനറൽ സെക്രട്ടറിമാരായ PT അജയ് മോഹൻ, V ബാബുരാജ്, ആലിപ്പറ്റ ജമീല, UDF ജില്ലാ ചെയർമാൻ KP അബ്ദുൾ മജീദ്, രാജീവ് ഗാന്ധി സെന്റർ വർക്കിംഗ് പ്രസിഡന്റ് സമദ് ബമ്പാട്, KPCC നിർവാഹക സമിതി അംഗം CV ബാലചന്ദ്രൻ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് K അമൃത, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ KK പുഷ്പവല്ലി, KT ഷംസുദ്ദീൻ, രോഹിൽനാഥ്, KC കുഞ്ഞി മുഹമ്മദ്, KT അജ്മൽ, സ്വാഗത സംഘം കൺവീനർ P ഉണ്ണികൃഷ്ണൻ, VN ഗിരീഷ് കുമാർ, മൊയ്തു മങ്കട, P വാസുദേവൻ, NA മുബാറക്, TP ഗോപാലകൃഷ്ണൻ, ജോജി K അലക്സ്, E അബ്ദുൾ റസാഖ്, NV മുഹമ്മദ് അലി തുടങ്ങിയ പ്രമുഖ നേതാക്കളും ജനപ്രതിനിധികളും ചടങ്ങിൽ സംബന്ധിച്ചു. ഈസ്റ്റ് ലൈവ്, വണ്ടൂർ. ഒരു അരപ്പവൻ സ്വർണ്ണാഭരണത്തോടൊപ്പം ആകർഷകമായ ഒരു സെറ്റ് സാരി ഓണ സമ്മാനമായി നേടൂ. ഈ ഓണം ആഘോഷമാക്കൂ ഹയയോടൊപ്പം. ഹയ ഗോൾഡൻ ഡയമണ്ട്സ്, വണ്ടൂർ, വടപുറം, നിലമ്പൂർ, എളങ്കൂർ.